ലോകത്തിലെ പല ഭാഗങ്ങളിലും തന്നെ നമ്മുടെ ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്. അത് അമേരിക്കയിലുമുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്, അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളുണ്ട്. ഇപ്പോൾ മറ്റു പല വിദേശ രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ സാംസ്കാരികതയെ തന്നെ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു അമ്പലമെന്ന് പറയുന്നത് ടെക്സാസിലുള്ള ആസ്ഥ ലക്ഷ്മി ടെമ്പിൾ എന്ന് പറയുന്ന 70 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ 2024 90 അടിയുള്ള ഒരു പ്രതിമ നിർമ്മിച്ചു. അതിവിടുത്തെ ഹനുമാൻ്റെ പ്രതിമയാണ്. ആ ഹനുമാൻ എന്ന് പറയുന്ന നമ്മൾ ഭഗവാനെ ആരാധിക്കുന്ന ആ ഹനുമാൻ്റെ പ്രതിമ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഹനുമാൻ്റെ പ്രതിമയാണ്. കൂടാതെ നോർത്ത് അമേരിക്കയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമകളിലൊന്നാണ്. ആ പ്രതിമ ഇടിച്ചു പൊളിച്ച് തോട്ടിൽ കളയണം. അവിടുത്തെ ഷുഗർലാൻഡ് എന്ന് പറയുന്ന നദിയുടെ സൈഡിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ആ പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ലെന്നും അത് ഇടിച്ചു പൊളിച്ച് തോട്ടിൽ കളയണം എന്നും, അതായത് പുഴയിൽ കളയണമെന്നുമാണ് അവിടുത്തെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ടെക്സസിൽ തന്നെയുള്ള അലക്സാണ്ടർ ഡങ്കൻ പറഞ്ഞിട്ടുള്ളത്. ഈ അലക്സാണ്ടർ ഡങ്കൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി GOP അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, ആ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന വലിയ നേതാവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ട്രംപിൻ്റെയൊക്കെ അതേ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഒരു സാംസ്കാരികതക്കെതിരെ ഇന്ത്യൻ വിരുദ്ധമായിട്ടുള്ള പല പ്രസ്താവനകളും വന്നിരിക്കുന്നു. ഈ വന്നതിൻ്റെ തൊട്ട് താഴെ അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഫോൾസ്, ഈ പറയുന്ന പോലെ വൈ വി വർ അലവിങ് ദ ഫോൾസ് സ്റ്റാച്യു ഓഫ് എ ഫോൾസ് ഹിന്ദു ഗോഡ്, ഒരു തെറ്റായ ഹിന്ദു ഗോഡിന് ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള ദൈവത്തെ ഇനി നമ്മൾ എന്തിന് ടെക്സാസിൽ ഈ പറഞ്ഞ പോലെ സ്ഥലം കൊടുക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണെന്നും ഇവിടെ യു മസ്റ്റ് ഹാവ് എനി അതർ ഗോഡ്, ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തിൻ്റെയും ആവശ്യമില്ല എന്നുമൊക്കെയുള്ള പരസ്യമായിട്ട് പോസ്റ്റ് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റ് വന്നതിന് ശേഷം അത് വലിയ വൈറലായി തീരുകയും അതിൻ്റെ താഴെ ഇദ്ദേഹത്തിനെതിരെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലായി ഉണ്ടായിട്ടുള്ള പ്രതികരണം ഇന്ത്യയിൽ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസ്ത്രീകൾ ജയിലിലടക്കപ്പെട്ടതും അതുപോലെ രാജസ്ഥാനിലും മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രിസ്ത്യാനിറ്റിയും അതുപോലെ അവരുടെ പെന്തക്കോസ്റ്റ് മിഷൻ്റെ ആളുകളും ഇത്തരത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകളുമൊക്കെ ആക്രമിക്കപ്പെടുകയാണ് എന്ന് പറയുന്ന ഒരു വികാരമുണ്ടായിട്ടുണ്ട്. ആ വികാരമുണ്ടായതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ഇതിനെ കണ്ടം ചെയ്തുകൊണ്ട് ഇതിനെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെയുള്ള ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അവർ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പതിയെ പതിയെ ചൂടുപിടിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചൂട് പിടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വീണ്ടും ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ ആളുകൾ അവരുടെ ജോലികൾ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്ന വലിയ പരാമർശമുണ്ട്. ആ പരാമർശത്തിനും അഭിപ്രായത്തിനുമൊക്കെ വലിയ മുൻതൂക്കം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സാംസ്കാരികതയും ഇന്ത്യൻ ദേശീയതയോടൊക്കെ തന്നെ ഒരു വെറുപ്പ് തോന്നുകയും അത് പാർഷ്യലി ഇന്ത്യക്കാരോടൊക്കെ തന്നെ വലിയ വെറുപ്പായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ അമേരിക്കയിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ദേശീയത, നമ്മുടെ ഈ പറയുന്ന പോലെ രാജ്യം എന്ന് പറയുന്ന അഭിമാനം കുഴപ്പമില്ല, പക്ഷെ അതിനും അപ്പുറത്തേക്കൊരു ഹൈപ്പർ നാഷണലിസം നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മളിവിടെ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് ഈ പറയുന്ന പോലെ മതന്യൂനപക്ഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പ്രോപ്പർലി അവരെ കൈകാര്യം ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും അവർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 3.5 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നവരാണെന്നും ആ രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകളെ കൃത്യമായി കൈയച്ച് അവർ വളരെ വെൽക്കം ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് അവിടെ വലിയ ജീവിത സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് വലിയ ഉയർന്ന രാഷ്ട്രീയമായിട്ടുള്ള പദവികൾ ഋഷി സുനക്കിനെ പോലെ ബ്രിട്ടനിലടക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മൾ ആലോചിക്കണം. അതിനെല്ലാത്തിനും ഭംഗം വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രതിമയുടെ അനാച്ഛാദനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കളയരുത് ഇത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ മറ്റ് നിരവധി കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 2024 അവിടെ ഹർമീത് ദല്ലൻ എന്ന് പറയുന്ന ഒരു ലേഡി, അവർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപിൻ്റെ ക്യാമ്പയിൻ്റെ ചുമതലക്കാരിയായിരുന്ന ഒരാളാണ്. അവർ പോലും, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിൻ്റെ ഈ പറയുന്ന ഒരു ചുമതലക്കാരിയായിരുന്ന അവർ ഒരു അഡ്വക്കേറ്റാണ്. ഈ പറയുന്ന പോലെ റിലീജിയൻ്റെയും അതുപോലെ ലിബർട്ടിയുടെയും ഒക്കെ ലോയറായി അറിയപ്പെടുന്ന ഒരാളാണ്. ആ ലോയറായി അറിയപ്പെടുന്ന ആൾ തന്നെ അവിടെ വെച്ച് ഒരു ഗാനം, ഒരു പ്രയർ
ഈ പറയുന്ന സിഖ് പ്രയർ ആലപിക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ച് സിഖ് പ്രയർ ആലപിച്ചതിനെതിരെ ഇവർക്ക് വലിയ തോതിലുള്ള ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പ്രയിങ് ഈ പറയുന്ന പോലെ മറ്റൊരു വിദേശ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുകയാണ്, അതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ അവരുടെ പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് പോലും ഇവരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളുണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പോലും ഉണ്ടാകുമ്പോൾ ഗ്ലോബലി ഇതിന് വലിയ തോതിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെയുള്ള ഈ സംഘപരിവാരങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വളരെ മര്യാദക്ക് സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കുന്ന ആളുകൾക്ക് പോലും ഇതെല്ലാം ബുദ്ധിമുട്ടാകും എന്നുള്ളതിൻ്റെ വെറും സൂചനകൾ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ദില്ലൻ്റെയും അതുപോലെ ഹനുമാൻ്റെയും ഈ പറയുന്ന പോലെ ഡങ്കൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വരും നാളുകളിൽ ഇത് കൂടാനാണ് സാധ്യത. ഇനി ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ആവേശമൊട്ട് കെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സംഘധ്വനി എന്ന് പറയുന്ന ഒരു സംഘപരിവാർ ആളുകളൊക്കെ ഭക്ഷിക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്നിട്ടുള്ള ഈ പറയുന്ന ഖത്തറിനെതിരെയുള്ള വലിയ വിരോധം കലർന്നിട്ടുള്ള ഖത്തർ ഒരു വിദേശ രാജ്യമാണെന്നും ആ വിദേശ രാജ്യമാണെന്നുള്ളത് ശരിയല്ല. വിദേശ രാജ്യത്ത് അവർ ഭീകരവാദികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നും അവർക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് മേടിക്കുകയും അതിന് കമ്മീഷൻ മേടിച്ചുകൊണ്ട് ഈ ഫണ്ട് ഭീകരവാദികൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ചില വാസ്തവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള 40ഓളം പേർ ഇപ്പോൾ ഖത്തറിൽ ജയിലിലായിട്ടിരിക്കുകയാണ്. ആ ഖത്തറിൽ ജയിലിലായിട്ടുള്ള ആളുകൾ എവിടെയാണ് ജയിലിലായത് എന്ന് പോലും നമുക്കറിയില്ല എന്ന് മനസ്സിലാക്കണം. ഇത് പുറത്തേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിക്ക് അതിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ, പെട്ടുപോയിട്ടുള്ള ഒരാളുടെ ഭാര്യ, അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയും അജിത് കുമാർ എന്ന് പറയുന്ന ശ്രീകല അജിത് കുമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ പരാതി കൊടുക്കുകയും ആ പരാതി പുറത്തേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഏത് ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്, ഇവരൊക്കെ എന്താണ് സംഭവിച്ചത്, ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നറിയാം. അത്തരത്തിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഖത്തറിൽ ഇവിടുത്തെ പോലെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല. ഖത്തർ എന്ന് പറയുന്നത് ഒരു രാജാവ് റൂൾ ചെയ്യുന്ന ഈ പറയുന്ന പോലെ കൺട്രിയാണ്. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ വളരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ നിന്നുള്ള പോയിട്ടുള്ള സംഘപരിവാറിൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. അവരിത് ഷെയർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും ജയിലിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഫ്രാൻസിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും നെതർലൻഡ്സിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ റൈറ്റ് വിങ് ഐഡിയോളജികൾ കൂടുമ്പോൾ പലപ്പോഴും അവർ സ്വദേശീവൽക്കരണവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുകയും ബാക്കിയുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറയുകയും ചെയ്യും. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹനുമാൻ പ്രതിമ ഒന്നും ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല, ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ്, നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയിക്കോന്നാണ്. അപ്പോൾ ഇത് പണ്ട് നമുക്ക് ഓർമ്മയുണ്ടാകും. ഇത് മുംബൈയിൽ വളരെ കൃത്യമായി ശിവസേന ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പരിപാടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ മുംബൈക്കാർക്ക് വേണ്ടി മദിരാശികളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഈ വെറുപ്പുകൾ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഏതാണ്ട് 3.5 കോടിയോളം ആളുകൾ വിദേശത്തുണ്ട്, 35 ലക്ഷത്തോളം ആളുകൾ ഗൾഫ് കൺട്രീസിലുണ്ട്. ഇത്തരം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇനിയെങ്കിലും ഇല്ലെങ്കിൽ 90 അടിയുള്ള ഹനുമാൻ പ്രതിമ തകർക്കുക മാത്രമല്ല, പകരം അവിടെ നിന്നുള്ള ആളുകളെ കൂടി പറഞ്ഞു വിടാനുള്ള വഴികൾ അവർ ആലോചിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഈ പറയുന്ന പോലെ 4500 രൂപ ഡോളർ ഫീസ് ഉണ്ടായിരുന്ന H1B വിസക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയും $1,00,000 അത് കൂട്ടുകയും ചെയ്തത് എന്ന് മറന്നു പോകരുത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ ഉള്ളതുകൊണ്ടും മറ്റ് രാജ്യത്ത് ഇതിനേക്കാൾ വലിയ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടും വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ അങ്ങോട്ട് കുടിയേറി പറത്തിട്ടുള്ള ആളുകൾ പോലുമുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഈ തീവ്രത പ്രചരിപ്പിക്കുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചടി കിട്ടും എന്നുള്ളത് ഈ പറയുന്ന പോലെ സംഘബന്ധുക്കൾ ഓർക്കുന്നത് വളരെ വളരെ നല്ലത്.